നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നിലവിലെ ഇൻസ്റ്റാ റീൽസിൽ ട്രോളുകളിലൂടെ എല്ലാം വൈറലാവുന്ന നടന്മാരുടെ ചില എവർഗ്രീൻ സിനിമകളാണ്. ലിസ്റ്റിലായെത്തിയത് മാധവ് സുരേഷാണ്. സുരേഷ് ഗോപിയുടെ മകനായ മാധവ് സുരേഷ് ഇപ്പോൾ ട്രോളുകളിലും ഇൻസ്റ്റാ റീൽസിലും ട്രെൻഡിങ് ആണ്. മാധവ് സുരേഷ് കഴിഞ്ഞ വർഷം കുമ്മാട്ടിക്കളി എന്ന സിനിമയിൽ അഭിനയിച്ചു. ഇത് വലിയൊരു ഫ്ലോപ്പ് ആയതുകൊണ്ട് റിലീസ് ആയതാരും അറിഞ്ഞില്ല. എന്നാൽ നിലവിൽ മാധവ് സുരേഷിന്റെ ഒരു സ്റ്റേജ് വീഡിയോ വൈറലായി. ഇത് വൈറലായപ്പോൾ പിന്നീട് അങ്ങോട്ട് ഇൻസ്റ്റയിൽ കുമ്മാട്ടിക്കളി സിനിമയിലെ ചില സീനുകൾ നിലവിൽ ഇപ്പോൾ ട്രെൻഡിങ് ആണ്. കുമ്മാട്ടിക്കളി സിനിമ നോക്കിയാൽ ഒരു ചെറിയ സ്റ്റോറിയാണ്, ഷോർട്ട് ഫിലിം ആക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അവർ സിനിമയാക്കി ഒരു വെടക്കായി നടക്കുന്ന നായകനും പിള്ളേരും. ഈ ഇന്ദിര എന്ന ക്യാരക്ടറായിരുന്നു ഇവരെല്ലാം വളർത്തിയത്. ഇവർക്ക് ആരുമില്ല, അതുകൊണ്ടെല്ലാം ഇന്ദിര എന്ന ക്യാരക്ടറാണ്. തുടങ്ങിയപ്പോൾ തന്നെ ഇവർ പഴനി പോവുകയാണെന്ന് പറഞ്ഞ് ഇന്ദിരയിൽ നിന്നും പൈസ വാങ്ങി. എന്നിട്ട് ഫുട്ബോൾ കളിക്കാൻ പോകും, അതും പിള്ളേരായിട്ട് കളിച്ചിട്ട് വരെ അവർ തോറ്റു. ഇതുകൊണ്ട് തന്നെ ഇന്ദിരാമ്മ വണ്ടിയെടുത്ത് തലക്കടിക്കും. അങ്ങനെ എല്ലാ സിനിമയിലും കാണുന്നത് പോലെ നായകൻ ഒരു നായികയെ കണ്ട് ഇഷ്ടമാവും. പിന്നീട് നായകൻ എല്ലാ ദിവസവും നായികയ്ക്ക് ഫ്രീ ആയി മീൻ മേടിച്ചു കൊടുക്കും. പിന്നീട് ഒരു ദിവസം നായിക പറഞ്ഞു, എനിക്കൊരു ബുക്ക് വാങ്ങിത്തരണമെന്ന്. അപ്പോൾ തന്നെ നായകൻ വണ്ടി എടുത്തു പോയി, അതും ജാമ്പവാൻ വരെ ഓടിക്കാത്ത വണ്ടി. ഇതാണ് സംഭവിച്ചതെങ്കിൽ നായകൻ ഫ്രണ്ട്സിനോട് പറയുന്നത് ഒരു ഇമാജിനേഷൻ സ്റ്റോറിയാണ്. പിന്നീട് ഇന്ദിര ക്യാരക്ടർ നായകൻ പൈസ വാങ്ങാതെ മീൻ കൊടുക്കുന്ന കാര്യങ്ങൾ കൊണ്ടുവാടാ പൈസ എന്ന് പറയും. അങ്ങനെ പൈസ വാങ്ങാൻ നായികയുടെ വീട്ടിൽ പോകും. നായികയുടെ ചേട്ടൻ വലിയൊരു ഗുണ്ടയാണ്. ചേട്ടൻ ആരെയോ തല്ലാൻ പോവുകയാണ്. ഇവൻ ഞാനും വരാന്ന് പറയും. പിന്നീട് തല്ലാൻ പോകും. ഇവൻ ആദ്യം ഇറങ്ങി ഓടി. പിന്നീട് ഫ്രണ്ട്സിനോട് ഒരു മാസായ ഇമാജിനേഷൻ സ്റ്റോറി പറയും. പിന്നീട് നായകൻ പറയും നായകന് നായികയെ വേണമെന്ന്. ഇതുകൊണ്ട് തന്നെ കൂട്ടുകാരെല്ലാം പോയി നായികയെ തട്ടിക്കൊണ്ടുവരും. ഇത് കേസായി. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നായികയുടെ ചേട്ടൻ നിനക്കൊക്കെ അഡ്രസ് ഉണ്ടോടാന്ന് ചോദിക്കും. അതൊരു ഇമോഷണൽ ഡാമേജ് ആയി. ഇതുകൊണ്ട് തന്നെ ഇവരെല്ലാരും ചേർന്ന് ഒരു വലിയ റിച്ച് ടീമാവാൻ വേണ്ടി ഒരു റെസ്റ്റോറന്റ് തുടങ്ങി. അത് വലിയ ക്ലിക്കായി. അങ്ങനെ ഒരു ദിവസം രാത്രി ഒരു ഗുണ്ടാ ടീം വന്ന് ഇവരിലെ കൂട്ടുകാരിൽ ഒരുത്തനെ തല്ലുന്നു. പിറ്റേ ദിവസം നായകനും ഗുണ്ടകളും തമ്മിൽ കോളറിന് കയറി പിടിക്കും. പിറ്റേ ദിവസം ഇവർ ബീച്ചിൽ വെച്ച് ഇടിയാവും. ഗുണ്ടകളെ തല്ലിയത് കൊണ്ട് രാത്രി ഇവരെ ഓടിച്ചിടുന്നു. പിന്നെ കാണിക്കുന്നത് ഗുണ്ടകളെല്ലാം ചേർന്ന് എല്ലാത്തിനെയും ചാറ്റിലായി. ഗുണ്ടാ തലവൻ ഇവരെ കൊല്ലാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഭാര്യ വിളിക്കുന്നു. ഭാര്യ പ്രഗ്നന്റ് ആണെന്ന് പറയും. ഇതുകൊണ്ട് വില്ലൻ ഇവരെ കൊല്ലുന്നില്ല. അങ്ങനെ ഇന്ദിര ക്യാരക്ടർ ഇവരെല്ലാരെയും തപ്പി നടക്കുന്നു. ഇന്ദിര ക്യാരക്ടറിന്റെ ഒരു ഫ്ലാഷ് ബാക്കും പറയുന്നു. ഈ ഇന്ദിര ക്യാരക്ടർ പണ്ട് വലിയൊരു പൊളിറ്റീഷ്യൻ ആയിരുന്നു. 3 പോലീസുകാരെ തട്ടിയിട്ടു. മീൻ വിൽക്കുന്ന ഇന്ദിരയെ താങ്കൾക്ക് അറിയുള്ളൂ. അവരുടെ ഉള്ളിലുള്ള സുജാതയുണ്ട്. അങ്ങനെ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞ് പിള്ളേരെല്ലാം തിരിച്ചു വന്നു. ഇവരെല്ലാരും കൂടി പ്ലാൻ ചെയ്യുന്നു, ഇപ്പോൾ തന്നെ പോയി തിരിച്ചു തല്ലണം. പ്രശ്നങ്ങൾ വരും സാറേ, അത് ഒളിച്ചോടിക്കൊണ്ടിരുന്ന എത്ര നാൾ ഓടും. അങ്ങനെ ഗുണ്ടയെ തല്ലുന്നു. ആ ഒരു ഐക്കോണിക് ഡയലോഗ് പറയും, നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല, ക്രിമിനൽ അല്ല ആൻഡോ സാറേ. നമ്മൾ ഈ നാട്ടിൽ തന്നെ ജീവിക്കും. അങ്ങനെ പടം കഴിഞ്ഞു. അടുത്തത് 2017 പുറത്തിറങ്ങിയ കാംബോജി എന്നൊരു സിനിമയാണ്. നിങ്ങൾ ഈ ഒരു പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നടൻ വിനീതിന് ഈ ഒരു സിനിമ ഇന്നും വൈറലാക്കും. ചേട്ടാ കാംബോജി 2 എപ്പോൾ കട്ട വെയിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു. സിനിമ തുടങ്ങുമ്പോൾ തന്നെ കുഞ്ഞുണ്ണി എന്ന ഈ ഒരു ക്യാരക്ടർ ജയിലിൽ കിടക്കുന്നതാണ് കാണിക്കുന്നത്. വധശിക്ഷയാണ്. മറ്റൊരു ജയിൽമേറ്റ് ചോദിക്കും, നിനക്കെങ്ങനെയാണ് ഈ ഒരു വധശിക്ഷ കിട്ടിയതെന്ന്. അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് പറയും, കഥകളി പഠിക്കാൻ വേണ്ടി കുഞ്ഞുണ്ണി പണ്ടൊരു ഇല്ലത്തിൽ പോയി. ആശാനെ ഒന്ന് പൊക്കി പറഞ്ഞു. 2-ാം ദിവസത്തെ നളൻ, ഉത്ഭവത്തിലെ രാവണൻ, സുഭദ്രാഹരണത്തിലെ അർജുനൻ. ഇതിൽ ഇംപ്രസ്സായി ആള് പറഞ്ഞു, നീ ആ പത്തായപ്പുരയെ താമസിച്ചു. അവിടെയുള്ള വേലക്കാരിക്ക് കുഞ്ഞുണ്ണിയിൽ ഒരു ഇംപ്രഷൻ തോന്നി. അങ്ങനെ കുഞ്ഞുണ്ണിക്കും അവിടെയുള്ള തമ്പുരാട്ടിയിൽ ഒരു ഇംപ്രഷൻ തോന്നി. അങ്ങനെ പാട്ടെല്ലാം പാടി തമ്പുരാട്ടിയെ വളച്ചു. ഇതിന്റെ ഇടയിൽ ആശാൻ നാട്ടിലേക്ക് പോവുകയാണ്. കഥകളി സ്കൂൾ കുഞ്ഞുണ്ണിയെ ഏൽപ്പിച്ചു. ഈ വേലക്കാരി ക്യാരക്ടറിന് കുഞ്ഞുണ്ണിയുമായി കഥകളി പഠിക്കണമെന്നുണ്ട്. അടിയന് ഒരു പൂതിയുണ്ട്, കഥകളി പഠിക്കാൻ ഒരു പൂതി. പക്ഷെ കുഞ്ഞുണ്ണിയാണെങ്കിൽ തമ്പുരാട്ടിയെ മാത്രമേ ട്രൈ ചെയ്യുന്നുള്ളൂ. ഈ ഒരു സിനിമയിൽ നാരായണി എന്നൊരു ക്യാരക്ടറുണ്ട്. നാരായണി അന്വേഷിച്ചു വന്നില്ലെങ്കിലേ നാരായണികളെ ആവാഹിച്ചു വരുത്തും. അസത്ത് രാവിലെ എന്നെ തലതെറിച്ച വർത്താനാ പറയണ. ഇങ്ങനെയുള്ള ഒരു കുന്നുമേൽ ശാന്തയാണ് നാരായണി. ഈ നാരായണിക്കും കുഞ്ഞുണ്ണിയെ ഇഷ്ടമാണ്. ഒരു ദിവസം കുഞ്ഞുണ്ണി രാത്രി തമ്പുരാട്ടിയെ കഥകളി പഠിപ്പിക്കുന്നു. അങ്ങനെ രാവിലെയായി. കഥകളി തുറന്നുകൊണ്ടേയിരിക്കുന്നു. ഈ നാരായണി ക്യാരക്ടറിന് എങ്ങനെയെങ്കിലും കുഞ്ഞുണ്ണിയെ വേണം. അപ്പോൾ തമ്പുരാട്ടിയുടെ അടുത്ത് പോയി വളരെ ബ്രില്യന്റ് ആയ ഒരു പ്രത്യേക ട്രിക്ക് എടുക്കും. ഇത് കേട്ടപ്പോൾ തന്നെ തമ്പുരാട്ടി ഇറങ്ങടാന്ന് പറഞ്ഞ്
കുഞ്ഞുണ്ണിയെ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കി. അങ്ങനെ കുഞ്ഞുണ്ണി നേരെ നാരായണിയുടെ വീട്ടിൽ പോയി. നാരായണി അങ്ങ് തട്ടി. പിന്നീട് ഫിക്സ് വന്നതാണോ പേപ്പട്ടി കടിച്ചതാണോ എന്നറിയില്ല. അങ്ങനെയുള്ള വ്യത്യസ്തമായ ചില സീനുകൾ. ഇങ്ങനെയാണ് കുഞ്ഞുണ്ണി നിലവിൽ ഇപ്പോൾ ജയിലായത്. തൂക്കി കൊല്ലുന്നതിന് മുമ്പ് കുഞ്ഞുണ്ണിയോട് ചോദിച്ചു അവസാനമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ. കുഞ്ഞുണ്ണി പറഞ്ഞു ആ കഥകളി കോസ്റ്റ്യൂം ഇടണമെന്ന്. കുഞ്ഞുണ്ണി വിചാരിച്ചത് കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞാൽ അവർ അങ്ങനെ കെട്ടിത്തൂക്കാൻ ചാൻസ് ഇല്ല എന്നാണ്. പക്ഷേ കോസ്റ്റ്യൂം ഇട്ടതേ ഓർമ്മയുള്ളൂ. പിന്നീട് വലിയൊരു ട്വിസ്റ്റ്, വേലക്കാരി വരുന്നു. പിന്നീട് അങ്ങോട്ട് ഒരു ഓസ്കാർ പെർഫോമൻസ്. അയ്യോ സമയം വൈകിയല്ലോ. അങ്ങനെ ഇത് വിശ്വസിച്ച് കുഞ്ഞുണ്ണിയെ നോക്കാൻ പോയി. പക്ഷെ കുഞ്ഞുണ്ണിയുടെ 16 വരെ കഴിഞ്ഞിരുന്നു. അങ്ങനെ പടം കഴിഞ്ഞു. അടുത്തത് അനാർക്കലി സിനിമയാണ്. ഇതിലെ പൃഥ്വിരാജിന്റെ ചിരി നിലവിൽ ഇൻസ്റ്റാ റീൽസിൽ ട്രെൻഡിങ് ആണ്. തുടങ്ങിയവന്റെ കിളി കൊള്ളാലോ. സമാധാനോടെ തെണ്ടി തീർത്തു വരുന്നു. ഒന്ന് നിർത്തുന്നില്ല കുണഞ്ഞ ചിരി. അടുത്തത് ജയറാമാണ്. ജയറാമിന്റെ സലാം കാശ്മീർ സിനിമയിലെ ഈ ഒരു സീൻ ഇപ്പോഴും ഇൻസ്റ്റയിൽ കാണും. എന്റെ കമാൻഡിംഗ് ഓഫീസർ മേജർ ശ്രീകുമാർ